പ്രതികൾക്കെതിരെ ഗൂഢാലോചനയടക്കം തെളിവുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ശരത് ലാലിന്റെ കുടുംബം വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 10 പ്രതികളെ വെറുതെ വിട്ടതിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശിക്ഷാവിധി പുറപ്പെടുവിച്ചിട്ടില്ല. തിങ്കളാഴ്ചയായിരിക്കും ഇവർക്കുള്ള ശിക്ഷ വിധിക്കുക എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ശിക്ഷാവിധി കൂടി വന്നതിന് ശേഷമായിരിക്കും ഇരു കുടുംബങ്ങളുടെയും മറ്റ് നടപടികൾ വ്യക്തമാവുക. എന്തായാലും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബം നമ്മളോട് പ്രതികരിച്ചത്. ഇരുവരുടെയും പിതാക്കന്മാർ എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്, ഒരു പ്രതി പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് വഴിവെക്കാത്ത വിധത്തിലുള്ള മാതൃകാപരമായ നടപടികളിലേക്കായിരിക്കണം കോടതി കടക്കേണ്ടത് എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം ഇതോടെ അവസാനിക്കണം. ഇനി ഇതുപോലെ ഒരു നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ ഉണ്ടാകരുത്, രാഷ്ട്രീയത്തിന്റെയും കൊടിയുടെയും പേരിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകരുതെന്നും ഒരു കുടുംബത്തിനും മക്കളെ നഷ്ടമാകരുതെന്നുമാണ് ശരത് ലാലിന്റെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. ആ ഒരു രീതിയിൽ തന്നെ ഉള്ള ഒരു കർശനമായ അല്ലെങ്കിൽ കടുത്ത ഒരു ശിക്ഷാവിധി തന്നെയാണ് വരും ദിവസങ്ങളിൽ കോടതി പ്രസ്താവിക്കുക എന്ന് തന്നെയാണ് ഇരു കുടുംബങ്ങളും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിച്ചുവെന്നുമുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും ശരത് ലാലിന്റെ കുടുംബം ഈ ഒരു വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 14 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും 10 പ്രതികളെ വെറുതെ വിടുകയുമാണ് ചെയ്തത്. ആ 10 പ്രതികളെ വെറുതെ വിട്ട നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ 24 പ്രതികളിൽ 14 പേരെ കുറ്റക്കാരാണെന്നും 10 പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരിക്കുകയാണ് കൊച്ചിയിലെ CBI കോടതി. സജി സി ജോർജ്, കെ അനിൽകുമാർ, ജിജിൻ ആർ, ശ്രീരാഗ് കെ, അശ്വിൻ, എ മുരളി, ടി രഞ്ജിത്ത്, കെ മണികണ്ഠൻ, എ സുരേന്ദ്രൻ, എ പീതാംബരൻ തുടങ്ങിയ 14 പ്രതികളാണ് കുറ്റക്കാർ. ഇതിൽ ആദ്യ 8 പ്രതികൾക്കെതിരെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. കൊലപാതക കുറ്റം മാത്രമല്ല, ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എതിരെ കൊലപാതക കുറ്റം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതകത്തിന് മുന്നോടിയായുള്ള ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 3 കുറ്റങ്ങളും തെളിഞ്ഞതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചനയടക്കം നടന്നിട്ടുണ്ട് എന്നതിൽ കൃത്യമായ തെളിവുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ, കൃത്യമായ ഗൂഢാലോചന അല്ലെങ്കിൽ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, കുടുംബം ഒരേ സമയം നീതി ലഭിച്ചു എന്നൊരു പ്രതികരണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 10 പ്രതികളെ വെറുതെ വിട്ടതിൽ ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഇപ്പോൾ പ്രതികളെ കേൾക്കുന്ന ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ഉള്ള പ്രതികരണങ്ങൾ തന്നെ വരുന്നു. എന്തായാലും ഈ മാതാപിതാക്കളുടെ പ്രതികരണം അത് കൃത്യമായ രീതിയിൽ വിധി പ്രസ്താവത്തിൽ അത് അപ്പീൽ പോകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള ആളുകളും അവർക്കും കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അവർ കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ആ നിലയ്ക്ക് വെറുതെ വിടാൻ കഴിയുന്നതല്ല. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 10 പേരെ കുറ്റവിമുക്തരാക്കുന്ന നടപടി ഉണ്ടായിരിക്കും. പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടുള്ള ജുഡീഷ്യറിയുടെ ഒരു വലിയ താക്കീതാണ് ഈ വിധി. ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്ത 2 ചെറുപ്പക്കാരെ, ഒരു നാട് മുഴുവൻ സ്നേഹിച്ച 2 ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കണ്ണീച്ചറയില്ലാത്ത കൊലപാതകങ്ങൾ ഒരു പരിധിവരെ നീതി ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നെറിവുകേടിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വിധി. പൊതുഖജനാവിൽ നിന്ന് CPM ക്രിമിനലുകൾക്ക് വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ അവിടെ പിണറായി സർക്കാരിന്റെ നിലപാട് വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് മാത്രമല്ല, ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ 2 ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ സർക്കാർ ആ ചെറുപ്പക്കാർക്കെതിരെ ഈ കൊടും ക്രൂരത കാണിച്ച ക്രിമിനലുകളുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ വിധിയോടുകൂടി പിണറായി ഗവൺമെന്റ്, ഈ ഭരണകൂടം
പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ പണം ഇതിനു വേണ്ടി വാദിക്കാൻ ഉപയോഗിച്ച പണം പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം. ഈ രണ്ട് ചെറുപ്പക്കാർക്ക് പകരം വയ്ക്കാൻ ഒന്നും സാധിക്കില്ല, കുടുംബങ്ങൾക്കൊന്നും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ ഈ വിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ, കേരളത്തിലെ അമ്മമാർ ഉറ്റുനോക്കിയ ഒരു വലിയ വിധിയാണ്. ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നത് തന്നെ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ അല്ലെ, കോൺസ്പിറസി ഫാക്ടർ തെളിയിക്കപ്പെട്ടു എന്നുള്ളത് CPM ഇനിയെങ്കിലും അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം കോൺസ്പിറസി ഫാക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിലാണ് പലപ്പോഴും CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ രക്ഷപ്പെടുന്നത്. നമുക്കറിയാം, TPയുടേതാണെങ്കിലും ഷുക്കൂറിൻ്റെതാണെങ്കിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കോൺസ്പിറസി നടത്തുന്ന, ഗൂഢാലോചന നടത്തുന്ന നേതാക്കന്മാർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഈ CBI കോടതി വിധിയോടുകൂടി കോൺസ്പിറസി ഫാക്ടർ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മുൻ MLA ശ്രീ K കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗമാക്കാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇത് രാഷ്ട്രീയ കേരളത്തിലുള്ള ഒരു വലിയ സൂചനയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തെറ്റല്ല, അപ്പീൽ ചെയ്തെന്നാണ് നരഭോജികളായിട്ടുള്ള CPM നേതാക്കന്മാർക്കുള്ള താക്കീതാണ് ഇന്ന് CBI കോടതിയുടെ വിധിയിലൂടെ പുറത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചെറുപ്പക്കാർ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ക്രൂരമായ കൊലപാതകം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുന്നത്? രാഷ്ട്രീയ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി CPM പാർട്ടിയുടെ തണലിൽ എന്ത് കാണിച്ചാലും, എന്ത് അക്രമം കാണിച്ചാലും, കൊലപാതകം നടത്തിയാലും സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് എന്നുള്ള തോന്നലാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകത്തിലൂടെ CPM തെളിയിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുക, ആ രണ്ട് ചെറുപ്പക്കാരുടെ എത്ര സാമ്പത്തിക പരാധീനതകൾക്കിടയ്ക്ക് സ്വന്തം പ്രദേശത്തെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന്, ജനങ്ങളോടൊപ്പം നിന്ന്, സാധാരണക്കാരോടൊപ്പം നിന്ന് കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും കൊല ചെയ്തത്. അല്ലാതെ അവരാരും CPMനെ ആക്രമിക്കാനോ CPMനെ ഇല്ലായ്മ ചെയ്യാനോ പോയിട്ടല്ല. ആ പ്രദേശത്തെ എല്ലാവർക്കും താല്പര്യമുള്ള രണ്ട് ചെറുപ്പക്കാരായിരുന്നു. അപ്പൊ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടാണ് CPM ഇതുപോലെ താലിബാൻ മോഡലിലുള്ള ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത്. അതിനുശേഷം അത് സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നല്ലേ CBI അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി വരെ ഈ CPMന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ പണം ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ, മുൻ MLAമാർ അടക്കമുള്ള ആളുകൾ, CPMന്റെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ഈ കൊലപാതകികളെ സംരക്ഷിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണ്. ആ പണം, ആ ചെലവാക്കിയ പണം, ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ചെലവാക്കിയ പണം, സർക്കാരിന്റെ പണം CPM തിരിച്ചടക്കാനുള്ള സാമാന്യമായ മര്യാദ എങ്കിലും കാണിക്കണം. ഇത്തരത്തിൽ മനസാക്ഷി മരവിച്ച ആളുകളായി CPM നേതാക്കന്മാർ മാറാൻ പാടില്ല എന്നും കൂടി പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, അങ്ങനെ പെട്ടെന്ന് ചിത്രത്തിൽ നിന്ന് പോകുന്ന ആളുകളാണ് CPM. എന്തോന്ന് പറയുന്നു, അപ്പീൽ നൽകാനും തീർച്ചയായിട്ടും ഇതുവരെ ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും ഈ രണ്ടുപേരുടെയും കുടുംബത്തോടൊപ്പം, അവരുടെ ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ പാർട്ടി ഉണ്ടായിരുന്നു. തീർച്ചയായും എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ കുടുംബത്തോടൊപ്പം ആലോചിച്ച്, അഭിഭാഷകരുമായി ആലോചിച്ച് പാർട്ടി നേതൃത്വം അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഏറ്റവും എന്താണ് ഇവരുടെയൊക്കെ ഏത് രീതിയിലാണ് ഒരു മനസാക്ഷിയില്ലാത്ത പ്രവർത്തനമല്ലേ ശ്രീധരന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ അഭിഭാഷകനായി ഈ കൊലപാതകം മുഴുവൻ നടക്കുന്ന സമയത്തും ഈ കൊലപാതകം നടന്നതിന് ശേഷവും അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത അന്നത്തെ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീധരനെ പോലെയുള്ള ആളുകൾ അഭിഭാഷകരായി ഇവിടെ വന്ന് ഈ കേസിന്റെ തുടക്കം മുതൽ നിന്നിട്ട്
CPM-നോടൊപ്പം ചേർന്ന് CPM ഈ കേസ് ബോധപൂർവം അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രീധരനെ പോലെയുള്ള ആളുകളെ വിലക്ക് വാങ്ങി എന്നുള്ളതാണ്. വിലക്കെടുത്ത് ഈ കോടതിയിൽ വന്ന് അഭിഭാഷകനായി നിന്ന് ഈ പ്രതികളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തിയ ഒരാൾ ഒറ്റ സുപ്രഭാതത്തിൽ CPM കൊടുത്ത പണം, CPM-ന്റെ പണം കണ്ട് അധികാരം കണ്ട് മണ്ഡലത്തിൽ ഈ കേസിനെതിരായി വന്നത് വിരോധാഭാസമാണ്. അദ്ദേഹത്തിന് കൂടിയിട്ടുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിധി എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മിനിറ്റ്